ഭർത്താവിന്റെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്യാനായി തീരുമാനമെടുത്ത ഒരു ഭാര്യ അവസാനം സ്വന്തം നിലവാരം തിരിച്ചറിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാനായി തീരുമാനിച്ചപ്പോൾ ആ ഭർത്താവ് ഇങ്ങോട്ട് തേടി വന്നു. പലപ്പോഴും പലരുടെയും അവസ്ഥകൾ ഇങ്ങനെയാണ്. വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ തകർച്ചകൾ നേരിട്ടാൽ ജീവിതം അവസാനിപ്പിക്കണം, എനിക്ക് മടുത്തു എന്നൊക്കെ ചിന്തകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ബ്രെയിന് നമുക്ക് തരുന്ന തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഒരു കാര്യം നമുക്ക് മുന്നോട്ടുള്ളത് ചെയ്യാതിരിക്കാനായി ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് ജീവിതത്തിലാണെങ്കിലും എൻ്റെ ഡിമാൻഡ് അവിടെ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയണം. ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഡിമാൻഡുള്ള പ്രോഡക്റ്റിനാണ് ആളുകൾ തേടി വരിക. എനിക്ക് നിലയും വിലയും നിലവാരമോ അവിടെ ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും ഇഷ്ടവും അങ്ങോട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഏതൊരാളും നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത്. ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ ഒന്നുമില്ല. എല്ലായിടത്തും കണ്ടീഷൻഡ് ആണ്. നമ്മളെ ആവശ്യം വരുന്നതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. ജീവിക്കാതിരിക്കാനായി നമുക്ക് 1000 കാരണങ്ങൾ കിട്ടും, പക്ഷേ ജീവിക്കാനായി അതിനകത്തുനിന്ന് ഒരു കാരണം കിട്ടിയാൽ മതി, അത് മതിയാകും ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയുടെ വെളിച്ചമേകാൻ. ആ പാഠം നമ്മൾ ആ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. മനസ്സിലാക്കേണ്ടത്, സ്നേഹവും പരിഗണനയും ഇഷ്ടങ്ങളൊക്കെ നമ്മൾ പൂമ്പാറ്റകളെ പിടിക്കാൻ പോകുന്നത് പോലെ തേടി പോകുമ്പോൾ അത് പറന്ന് പറന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതിനു പകരം നമ്മളൊരു പൂവായി മാറുക. അതിനു വേണ്ടിയിട്ട് സ്വന്തത്തെ സ്നേഹിക്കാൻ പഠിക്കുക, സ്വന്തത്തിൻ്റെ നിലവാരം മനസ്സിലാക്കുക.